ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എന്റെ 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 ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എന്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എന്റെ വീട്ടിൽ, എന്റെ ചേച്ചി, എന്റെ ചേട്ടൻ, എന്റെ അമ്മ, എന്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവര്. അതുപോലെ എന്റെ മാനേജർ കരീഷ്മ, മാനേജർ ഞാൻ പറയുന്നില്ല. അതുപോലെ എന്റെ സഹോദരൻ, ഇപ്പൊ ഈ ക്യാമറ എടുക്കുന്ന എന്റെ ഒരു സഹോദരനാണ്. അവന് ഒരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിന്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. തൊണ്ടയുടെ ഇവിടെ പൊട്ടി, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ്. അതുപോലെ ഇന്നിപ്പം എന്താണ്ടേ നിങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുന്നതന്നെ ഇതേ ഈ പിക്ക് ലൈന് ഒന്ന് ബ്ലീഡിങ് ആയി, അതിന് ചെറുതായിട്ട്. അപ്പൊ ഞാൻ ബാത്റൂമിൽ അങ്ങോട്ട് പോയപ്പോൾ ഫ്ലഷ് ചെയ്തപ്പോൾ അങ്ങോട്ട് പറ്റിയത്. അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അത് ക്ലീൻ ചെയ്ത് നഴ്സുമാർ. അപ്പൊ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ അത്രയും ദൂരെ വരണ്ട, ഇവിടെ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ, നഴ്സുമാർ. എന്റെ വീട്ടുകാർ, എന്റെ ചേച്ചി, ചേട്ടൻ, എന്റെ സഹോദരങ്ങൾ, എനിക്ക് ചുറ്റും നല്ല കുറച്ച് ആൾക്കാർ, എക്സ്പെഷ്യലി കരീഷ്മ, എന്റെ ചേച്ചി, കുറച്ച് പേരുണ്ട്. എന്റെ ചേട്ടാപ്പി, സച്ചു, എനിക്ക് പേര് പറഞ്ഞാലാണ് പപ്പ, അമ്മ, ഋതപ്പൻ, ലുതിയ, മലം, ഇവരുടെ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്റെ കസിൻസ് ഒക്കെ. എനിക്ക് വേദനയൊന്നുമില്ല, മീൻസ് എനിക്ക് പേടിയില്ല, ഭയമില്ല. ക്യാൻസറിന് എനിക്ക് ഭയമില്ല. എന്റെ കണ്ടീഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. എന്ത് സ്റ്റേജ് ആണെന്ന് ചെറുതായിട്ട് അറിയാം. അത് ചിലപ്പോൾ എന്തുവാട്ടെ, സ്റ്റേജ് എന്തുവാട്ടെ, ദൈവം വിടുവിക്കാൻ ശക്തനാണെങ്കിൽ ദൈവം വിടുവിച്ചേ പറ്റത്തും. എനിക്ക് തളർച്ചയാണ്, ശരീരം ആസകലം വേദനയാണ്. എനിക്ക് നടുവേദന, തലവേദന, എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്. പക്ഷെ ഛർദ്ദിച്ചില്ല ഞാൻ. ഓക്കാനം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, WBCയുടെ. ആ ഇഞ്ചക്ഷൻ എടുക്കാൻ ഞാൻ ചെന്നതും എനിക്ക് ഓർമ്മയുണ്ട്, ഇഞ്ചക്ഷൻ എടുത്ത് ഓർമ്മയുണ്ട്, തലകറങ്ങി വീഴുക. ഛർദ്ദിച്ച് മുഴുവൻ എന്റെ ചേച്ചിയുടെയൊക്കെ ദേഹത്തോട്ടൊക്കെ ഛർദ്ദിച്ച് പാവം അവശ നിലയിലായി. എന്നിട്ട് കൈക്കൂടെ എന്തുവാ ഗ്ലൂക്കോസ് കുത്തി വീട്ടിൽ വന്നാൽ ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് സങ്കടം വരുന്നത് എന്റെ വീട്ടുകാരെ ഞാൻ ഉറക്കത്തില്ലെന്നുള്ളതാണ്. വേറൊന്നുമല്ല, ഞാൻ ഈ രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. മയക്കത്തിൽ, നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗികളായിട്ടുള്ളവർക്കറിയാം, അതുപോലെ വേദന അനുഭവിക്കുന്ന നിമിഷങ്ങളാണിത്. ഇപ്പം ഞാൻ എന്താ പറയാ ഇപ്പൊ എന്നെ ഈ കുറ്റം പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അറ്റൻഡേഴ്സ് പറഞ്ഞതാ, ഞങ്ങൾ എന്ത് വന്നാലും ക്യാൻസർ രോഗികളുടെ വൈസ്റ്റാൻസേഴ്സ് അങ്ങനല്ലേ പറയുന്നത്, അവരോട് ഞങ്ങൾ മാറി നിൽക്കാൻ പറയത്തില്ല. കാരണം ഈ ഒരു ക്യാൻസർ വാർഡിൽ ഞങ്ങൾ അവരെ ഒന്നും വേറെ ജസ്റ്റ് എങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറയത്തില്ല. വഴക്കല്ല, മാറി നിൽക്കുക, രണ്ടുപേരും നിൽക്കുക, ഞങ്ങൾ പറയത്തില്ല. കാരണം അതാണ് ക്യാൻസർ രോഗം. ക്യാൻസർ വാർഡിൽ ചെന്നാൽ മാത്രമേ അത് അറിയത്തില്ല. ഇന്നലെ ഞാൻ അത് അനുഭവിച്ചു. ഞാൻ ഇന്നലെ ക്യാൻസർ വാർഡിൽ ചെന്നു. നിങ്ങൾ ഈ കുറ്റം പറയുന്നവർ എന്ത് കണ്ടിട്ടാണ് കുറ്റം പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം മതി നമുക്ക് രോഗം പറയാം, പക്ഷെ ദൈവത്തെ ഓർത്ത് ആർക്കും ഈ രോഗം വരുത്തരുതെന്ന് മാത്രമുള്ള പ്രാർത്ഥന. എന്റെ ശത്രുക്കൾക്ക് പോലും, പിതാവേ, എന്റെ ശത്രുക്കൾക്ക് പോലും ഈ രോഗം വരുത്തരുതെന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ ഞാനാക്കിയ ദൈവത്തെ എവിടെ ചെന്നാലും, ഷൂട്ടാണെങ്കിലും എനിക്ക് ഇനി കിട്ടുന്ന എന്ത് പ്രോഗ്രാം ആണെങ്കിലും ദൈവത്തെ ഒരു നിമിഷം മഹത്വപ്പെടുത്തിയിട്ട് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റാൽ, ഈ ക്യാൻസർ രോഗം എന്നെ വിട്ട് മാറിയാൽ, ഇല്ല എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. പക്ഷെ എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ചാരി ഇരിക്കുന്നത്. എനിക്ക് വയ്യ, ഒട്ടും വയ്യ, തീരെ വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേലും എന്നെ ശപിക്കാതിരിക്കുക. എനിക്ക് എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട്, എനിക്കൊരു ഋതപ്പനുണ്ട്. ആ കുഞ്ഞ് ഒരാഴ്ചയായിട്ട് അത് ഒന്ന് ചിരിച്ചു കാണുന്നില്ല അതിന്റെ മുഖം. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. ഞാൻ നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്കറിയില്ല, ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എന്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എന്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ. സോഷ്യൽ മീഡിയയിലെ ചില നന്മ മരങ്ങളുടെ കാപട്യവും വ്യൂസിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ചില മാധ്യമങ്ങളുടെ തനിനിറവും ഒക്കെ തുറന്നു കാട്ടാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾക്കറിയാം, അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന് ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അവരെ കാണാൻ മകൻ കിച്ചു വന്നു എന്നുള്ള തംബ്നെയിലുകൾ ഇട്ട് കുറെ പേര് ഫേക്ക് ന്യൂസുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടു. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു.
എന്നാൽ ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം രേണു തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ആദ്യം രേണു പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? 11 വയസ്സു മുതൽ എന്റെ കൈവെള്ളയിൽ വെച്ച് നോക്കിയ കുട്ടിയാണ്. സുഖമില്ലാതെ കിടന്ന് ഒന്ന് വന്ന് കാണാൻ പോലും അവൻ തയ്യാറായില്ല. ഭയങ്കര സങ്കടത്തോടെയാണ് രേണു ഇത് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് കിച്ചുവിനെ ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കൊല്ലം സുധി മരിച്ചതിന് ശേഷം അവർ തമ്മിൽ എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള അകൽച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ തന്നെ വളർത്തിയ അമ്മ മരണക്കിടക്കയിലാണ് എന്ന് കേൾക്കുമ്പോൾ പഴയ പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്ന് വന്ന് കാണാമായിരുന്നു. അത് കിച്ചുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ച തന്നെയാണ്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ലൈക്കിന് മാത്രം അല്ലെങ്കിൽ ലൈക്കിന് വേണ്ടി മാത്രം കാട്ടിക്കൂട്ടാനുള്ളതല്ല. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളാണ് അത് തെളിയിക്കേണ്ടത്. അപ്പം സ്വാഭാവികമായിട്ട് രേണു ഇവിടെ പറഞ്ഞ രേണുവിന് ആ ഒരു സങ്കടം നമുക്ക് മനസ്സിലാക്കാമല്ലേ. കാരണം ഇത്രയും നാൾ വളർത്തിയിട്ട് ഒന്ന് നോക്ക് കാണാൻ പോലും വന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ അവരത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇനി ഇതിന്റെ ഒരു അടുത്ത വശം എന്ന് പറയുന്നതാണ് ഈ ഒരു ടൈമിൽ നമ്മളെ യൂട്യൂബർ സായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇന്റർവ്യൂല് രേണുവിന്റെ വീട്ടിൽ പോകുന്നതും സിയും പണവും ഒക്കെ കൊടുത്ത് സഹായിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. സായി ചെയ്തത് വലിയൊരു നന്മയാണ്, അതിനെ ആരും തള്ളി പറയുന്നില്ല. എന്നാൽ അതിനുശേഷം സായി കൊടുത്ത ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരു കാര്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ശരിക്കും ഈ ഒരു ചാരിറ്റിയെ ഇത്ര അഹങ്കാരമാക്കി മാറ്റിയത് എന്തിനാണ്? അതായത് മറ്റു യൂട്യൂബർമാരും റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ അവരുടെ വരുമാനത്തിൽ നിന്ന് പണം എടുത്ത് സഹായിക്കണമെന്ന് സായി ഇവിടെ പറയുന്നുണ്ട്. അത് എന്ത് അധികാരത്തിലാണെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ താല്പര്യവും അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയൊക്കെ അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. അതിൽ താനൊരു സഹായം ചെയ്തത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, ഞാൻ മാത്രമാണ് ഇവിടെ രക്ഷകൻ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഹീറോയിസമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും അതത്ര നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാൾക്ക് നന്മ ചെയ്യുമ്പോൾ അത് എന്താ പറയുക, ഇതിനെ വിളിച്ചു കൂവി മറ്റുള്ളവരെ തരം താഴ്ത്തി ശ്രമിക്കുന്നതും ഒരു തരം കാപട്യം തന്നെയാണത്. സപ്പോർട്ടും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. എത്രയോ കണ്ടന്റ് സായി രേണുവിന് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വിഹിതമാണ് സായി കൊണ്ട് കൊടുത്തത് എന്ന് പറഞ്ഞു. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന സഹായം മറ്റൊരാൾ അറിയരുത് എന്നുള്ള ഉണ്ട്. ഇതിപ്പോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്താണ് എന്നറിയില്ല. എന്തായാലും ആ ഒരു വിഷയത്തില് നല്ല രീതിയിലുള്ള എന്താ പറയാ സപ്പോർട്ടും ഉണ്ട്, നെഗറ്റീവ് വിമർശനങ്ങളും ഉണ്ട്. ഇനി രേണു പറഞ്ഞ കാര്യം ഇവിടെ നമ്മൾ നേരത്തെ കേട്ടല്ലോ, കിച്ചു കാണാൻ പോലും വന്നില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടെ മറ്റൊരു അപകടകരമായിട്ടുള്ള വശം ഉണ്ട് കേട്ടോ. അതായത് രേണുവിന്റെ വീഡിയോ വന്നതോടുകൂടി തന്നെ നമ്മുടെ നാട്ടിലെ അമ്മാവന്മാരും അമ്മായിമാരൊക്കെ എന്താണ് ചാടി പുറപ്പെട്ടിട്ടുണ്ട്. കിച്ചുവിനെ സൈബർ സ്പേസിലിട്ട് കീറി മുറിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്കിടയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് 100% നമുക്കറിയില്ല. അത് പുറത്തുള്ള നിൽക്കുന്ന നമുക്ക് ഒട്ടും അറിയില്ല. ഒരു ഭാഗം മാത്രം കേട്ട് കിച്ചുവിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ക്രൂശിക്കുന്നതും അത് എന്താ പറയുക സൈബർ ബുള്ളിങ് നടത്തുന്നതും ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണ് നാളെ കിച്ചു ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ രേണുവിനെതിരെ തിരിയുന്നത്. എന്തായാലും ഈ ഒരു ഇരട്ടത്താമ്പ് നിർത്തണം എന്ന് എനിക്ക് പറയാനുള്ളൂ. രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സൈബർ വിവാദങ്ങളല്ല, സമാധാനവും ചികിത്സയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ കൂട്ടുകാരെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ വ്യൂസിന് വേണ്ടിയിട്ട് വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളും ഈ ചെയ്ത സഹായത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരുന്ന ഇൻഫ്ലുവൻസർമാരുണ്ടല്ലോ, പിന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കയറിയിട്ട് അത് സൈബർ ആക്രമണം നടത്തുന്ന നമ്മുടെ പൊതുസമൂഹത്തോടും ഇവരെല്ലാവരും ഒന്നുപോലെ വിചാരണ ചെയ്യപ്പെടേണ്ടവരാണ്. രേണു എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ ആരോടൊപ്പാണ് യോജിക്കുന്നത്? നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.